കില്ലറുകള് നമ്മുടെ മല്ലു ഫാമിലി അറിയില്ല നമ്മുടെ മല്ലു ഫാമിലി സുജിനേട്ടൻ വന്നിട്ട് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടില്ല എന്താ സംഭവിച്ചു നമ്മുടെ അതുൽ വ്ളോഗ്സിനെ കുറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇപ്പോൾ നമ്മുടെ മല്ലു ഫാമിലിയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ല എന്താ വെച്ചാൽ ഇവർ ഫാമിലി വ്ളോഗാണ് ഇല്ലാറുള്ളത്. അപ്പൊ ഇവരെന്താ സംഭവിച്ചു ഇടയിൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലായി, ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിൽ അങ്ങനത്തെ കുറച്ച് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കുറെ റിയാക്ടിംഗ് വ്ളോഗേഴ്സ് വന്നിട്ട് റിയാക്ടിംഗ് വീഡിയോ ചെയ്യുന്നവർ വന്നിട്ട് അവർക്കെതിരെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമൊന്നുമില്ല, നോർമലി മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പുണ്ടല്ലോ. അപ്പൊ സുജിനേട്ടൻ വന്നിട്ട് നമ്മുടെ അതുൽ വ്ളോഗ്സിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടാൽ അതുൽ വ്ളോഗ്സ് മെയിൻ ഒരു കണ്ടന്റ് എന്താ വെച്ചാൽ മെയിൻ ഒരു എര എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജിനേട്ടനാണ് മനസ്സിലായി. മല്ലു ഫാമിലിയുടെ സുജിനേട്ടനാണ് മെയിൻ എര വന്നിട്ട് മനസ്സിലല്ലേ. അപ്പൊ വന്നിട്ട് നമ്മുടെ അതുൽ വ്ളോഗ്സിനെതിരെ സുജിനേട്ടൻ ഒരു വീഡിയോ ഇട്ടില്ല, ഒരേ തെറി പറഞ്ഞ ഒരേ തെറി ഇല്ലടല്ലേ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ അതുൽ വ്ളോഗ്സ് വീഡിയോ ഇട്ടില്ല, തെറി പറഞ്ഞാൽ പുള്ളിക്കാർ തെറി എന്ന് പറഞ്ഞാൽ ആ ഫുൾ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു മനസ്സിലായി. ഫുൾ വീഡിയോ നോക്കി പഠിച്ച് ഇങ്ങനെ നമ്മുടെ സുജിനായിട്ട് പറയുന്നതിനൊക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇരുന്നു മനസ്സിലായില്ലേ. ഇങ്ങനെ തെറിയെന്ന് പറയാൻ പറ്റില്ല, ബട്ട് എന്നാലും കുറച്ച് രീതിയിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ സുജിനായിട്ട് മാത്രം ഫുൾ തെറിണില്ല, നീ വാടാ, നീ എന്റെ നാട്ടിക്ക് വേണം, നിനക്ക് അത്രതാണ് എന്റെ നാട്ടിക്ക് വേണം, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ തെറി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലല്ലേ. അതങ്ങനെ അപ്പൊ നമ്മുടെ ആ വീഡിയോക്ക് അടിയിൽ കമന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. അപ്പൊ ആ വീഡിയോക്ക് അടിയിൽ കമന്റ് വന്നോണ്ടോന്ന് അറിയില്ല, നമ്മുടെ മല്ലു ഫാമിലി വന്നിട്ട് സുജിനായിട്ട് വന്നിട്ട് ഇപ്പോ റീസെന്റ് ആയിട്ട് ഇന്നും ഒരു റിയാക്റ്റീവ് വീഡിയോ പോലെ മനസ്സിലായി. റിയാക്റ്റീവ് വീഡിയോ പറഞ്ഞാൽ നമ്മുടെ സായി ഇല്ല, നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പുള്ളിക്കാരെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് സീക്രട്ട് ഏജന്റ് സായിനെ പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മനസ്സിലായി. അതാണ് നമ്മുടെ മല്ലു ഫാമിലിയിൽ നമ്മുടെ സുജിനായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടതില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് വീഡിയോ അയാൾ നമ്മുടെ സായിനെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് ഇവിടെ റിയാക്റ്റീവ് വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പുള്ളിക്കാരൻ ചെയ്യണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് എങ്ങനെയാ ചോദിച്ചെങ്കിൽ വീഡിയോ ഇപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും, ബാക്കിയുള്ള മറ്റേ റിയാക്ടിങ് വീഡിയോസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ആ ഒരു വീഡിയോ മാത്രം നമ്മൾ കണ്ടിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അപ്പപ്പ ന്യൂസ് വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്നാൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് അങ്ങനെ ഇല്ലല്ല. നമ്മളൊരു പുള്ളിക്കാരൻ ഒരു പ്രശ്നം കിട്ടി, ആ പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങനെ അതിനെ പഠിച്ച് അതിന്റെ പഴയത് എന്താണ് പുതിയത് എന്താണ് കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യുള്ളൂ മനസ്സിലായി. അതും പെർഫെക്ഷൻ ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി കൃഷ്ണനെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആയത് മനസ്സിലായി. എനിക്ക് ഇങ്ങനെ റിയാക്ടിംഗ് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്പയർ ആയത് ഞാൻ സീരിയസ് ആയി പറയുന്നില്ല, സായി കൃഷ്ണൻ കണ്ടിട്ടാണ് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരി വീഡിയോ നേരത്തോട്ടേ കാണാൻ തുടങ്ങിയാണ്. അപ്പൊ ആളെ കണ്ടാണ് എനിക്കും തോന്നിയത്. അപ്പൊ നമ്മുടെ മല്ലു ഫാമിലി സുജിനായിട്ട് വന്നിട്ട് ഇപ്പൊ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒരു ഏകദേശം 9 മിനിറ്റ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ വയ്ക്കാം, ജസ്റ്റ് പ്ലേ ചെയ്യാം, കേൾക്കാം. സായിബ്രോ ഒരിക്കലും എനിക്ക് തോന്നുന്നു, ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആളൊരിക്കലും മറ്റൊരാളെ കുറ്റം പറയല്ല. എന്ത് മറ്റേ അവൻ അത് കണ്ടു, നിന്റെ കഴുത്തിലെ പാട് അങ്ങനെയാണ്, നിന്റെത് അങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ മറ്റേതാണ്. ചെയ്യുന്ന പണിയില് ഒരു പക്ക ഒരു നീറ്റായിട്ടാണ് സംസാരിക്കുന്നുള്ളൂ. വേറെ ചില ആൾക്കാർ അങ്ങനെയല്ല, നമ്മളതിനെ പേഴ്സണലി എന്തൊക്കെ പറഞ്ഞ് നമ്മളത് ദേഷ്യമുള്ള നമ്മളൊരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടോ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. എന്നിട്ട് പോലും കൂടിയും മറ്റേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതിലിരുന്നിട്ട് മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഇതാക്കാണ്. അത് നിങ്ങൾക്ക് ആ വീഡിയോന്റെ കമന്റ്സ് നോക്കിയാലും ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ സായിബ്രോനെ പറ്റി പറയാണ്. എനിക്ക് ആ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന അതായത് സായി കൃഷ്ണ അറിയാലോ. അപ്പൊ ആളൊരിക്കലും ഇന്നെ പറ്റി ഒരുപാട് വീഡിയോസ് ആള് ചെയ്തിട്ടുണ്ട്. ആളൊരിക്കലും എന്നെന്നല്ല, ഇനി വേറെ കുറെ ആൾക്കാരെ പറ്റിയിട്ട് ആള് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡങ്ങക്കാരനെ അറിയാം, ഡെയിലി വ്ളോഗും കാര്യങ്ങളും ആയിട്ട് ആള് ഡെയിലി പോസ്റ്റ് ആക്കുന്നുണ്ട്. ഒരിക്കലും മറ്റൊരാളെ കുറ്റല്ല പറയണത്. ഇപ്പൊ എന്റെ കാര്യം എടുത്ത് പറയണത്, ഇപ്പൊ ഞാൻ ഇന്നൊരു സംഗതി ചെയ്ത് വീട് ചെയ്തു, അപ്പൊ സായിബ്രോ പറയണത് അത് ഇന്നെ പോലെയാണ്, അത് ഇന്ന കാര്യമാണ്, അത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇന്നെ പോലെ നോക്കുക. അതിന്റെ പൊരുളുകളാണ് ആള് പറഞ്ഞു തരുന്നത്, അല്ലാതെ ആ ആളേനെ കുറ്റല്ല പറയണത്. ഇവിടെ മറ്റു ചില ആൾക്കാര് ഒരാളേനെ കുറ്റാണ് പറയണത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സായിബ്രോനെ മാത്രല്ല, സായിബ്രോനെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു റിയാക്ട് ചെയ്യുന്നുണ്ട് വീഡിയോ. അവര് ആരെടുത്ത് എനിക്ക് ദേഷ്യമോ വൈരാഗ്യം അങ്ങനെ ഒന്നുമില്ല, അവരെല്ലാവരും നമ്മളെ വെറുപ്പിക്കണം. അവര് കാര്യങ്ങളാണ് പറയണത്. അത് ഇന്നെ പോലെ പറഞ്ഞു, സുജിൻ അവിടെ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല പൊന്നൂസ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പൊ വേറെ സെലിബ്രിറ്റികൾ എടുക്കുകയാണെങ്കിൽ ആ മോഹൻലാൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു, അങ്ങനെ ഉണ്ടായി. അതാണ് ഇത് മറ്റൊരാളെ ശരിക്കും വിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റേ ഇത് അങ്ങനെ ഇതായത്. ഈ സായിബ്രോനെ പറ്റി കുറെ ആൾക്കാർ ഇന്ത്യ അടുത്ത് അതിനെ പറ്റി കമന്റ്സ് ഞാൻ പറഞ്ഞു പറയാണ്. ആളെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കാരണം നല്ലൊരു മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ നമ്മളെ കുറ്റല്ല പറയണത്. സായി തന്നെ പറയാനേ, സായി ഒരാളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോ ഒരു മിനിറ്റ് കിട്ടോ, സായി ഒരാളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ആളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ പോലും കൂടി എന്റെ പൊന്നൂസിന്റെ ഒരു ഇഷ്യൂ ആ സമയത്ത് എനിക്ക് ആളെ ഞാൻ അപ്പോഴാണ് ഫസ്റ്റ് ടൈം പരിചയപ്പെടുന്നത്. ആളെനിക്ക് മെസ്സേജ് അയച്ചു, ഇനി ഞാൻ നമ്പർ കൊടുത്തു, എനിക്ക് വിളിച്ചെന്റെ കിടോ വാലടിച്ച ചേട്ടോട്ടി, ആളെനിക്ക് വിളിച്ചു ചോദിച്ചു, വിളിച്ചിട്ട് എന്റെ സംസാരിച്ചു, സുജന
വിളിച്ചിട്ട് എന്നെ സംസാരിച്ചു, എന്താ കാര്യം, ഇന്നത്തെ കാര്യം കറക്റ്റ്. അത് നമ്മൾ രണ്ട് കൂട്ടരുടെ ഭാഗവും ഇപ്പൊ മറ്റേ പ്രണവ് പ്രവീണിന്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. കാരണം നിങ്ങൾ എന്നെ വീഡിയോ കണ്ടു, ഞാൻ സൈഡ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വേറെ പറയണ്ടേ, കൊച്ചു എന്ന് പറഞ്ഞ പയ്യന്റെ അടുത്തും സംസാരിച്ചു, പ്രവീൺ എന്ന് പറഞ്ഞ പയ്യന്റെ അടുത്തും സംസാരിച്ചിട്ടാണ്. അങ്ങനെ ശരി ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. അതായത് അതുകൊണ്ടാണ് ഞാൻ ആളെ അവിടെ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അവിടെ വേറെ ഒരു തെറ്റോ കുറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിച്ചു പൊളിച്ച് റിയാക്ട് ചെയ്യുക. എനിക്ക് വേറൊന്നും പറയല്ല. എല്ലാവരും അടിപൊളിയാക്കി തന്നെ മുന്നിലേക്ക് പോവുക. പിന്നെ അതുപോലെ തന്നെ എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. മറ്റേ വീഡിയോ സംബന്ധമായിട്ട് എന്ത് വേണമെങ്കിലും പറയാ. നമ്മൾ ഒരാളെ പുച്ഛിക്കാതിരിക്കുക. എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്നേക്കായി മേലുള്ള ആളായിരിക്കാം, എന്നേക്കായി താഴുള്ള ആളായിരിക്കാം. ഒരു വീഡിയോയിൽ കണ്ടിട്ട് ആ ഒരാളെ വിലയിരുത്താതിരിക്കുക. എന്നെ നല്ലിട്ട് പറയുന്നത് ഞാൻ എല്ലാവരെയും പറയുക. ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തേക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുക. സൈബറെ പറ്റി അത്ര തന്നെ ഉള്ളൂ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആൾ അത്രയ്ക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് നോക്കി വ്യക്തമാക്കി ഇതാക്കിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് വളന്ന് സംസാരിക്കുകയല്ല. എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആളെ, സൈബർ മാത്രമല്ല വേറെ ഒരുപാട് മറ്റേ ഇങ്ങനത്തെ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ അടുത്തൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പറഞ്ഞു ഒരാൾ. അപ്പൊ അതാണ് ഈയിടെ നമ്മുടെ മല്ലു ഫാമിലി സൂചിനായിട്ട് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈയിടെ എന്താ വെച്ചാൽ സായി കൃഷ്ണ, ആ സീക്രട്ട് ഏജന്റ്, പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു പ്രശ്നം ഒരു ആലോചിക്കുമ്പോൾ അതേക്കുറിച്ച് പഠിക്കും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വീഡിയോ റേറ്റ് ചെയ്യാൻ അതേക്കുറിച്ച് പഠിക്കാൻ അതിന്റെ ബാക്കിൽ എന്താ സംഭവം അല്ലെങ്കിൽ മുമ്പ് എന്താ സംഭവം എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുള്ളൂ. മനസ്സിലല്ലേ? അങ്ങനെ ഞാൻ കണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഇൻസ്പയർ ആകാൻ കാരണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുജിനാട്ടൻ പറഞ്ഞ പോലെ പ്രവീണേട്ടൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അവരൊക്കെ വിളിച്ച് സംസാരിച്ചു, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരുമായിട്ട് അറിഞ്ഞിട്ട് ഇടപഴകിയിട്ട് പ്രശ്നം ആ വീഡിയോ റിയാക്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കേട്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിയാക്ട് വീഡിയോ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളെ പോലെ കുറെ ആൾക്കാരുണ്ടാവും. എന്താ സംഭവിച്ചു? ഇപ്പൊ നമ്മൾക്കും ഇപ്പം ഞാൻ ഒരു റീസെന്റ് ആയിട്ട് ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ പ്രവീണേട്ടന്റെ പ്രശ്നം തന്നെ എടുക്കാം, പ്രവീൺ പ്രണവിന്റെ. അവിടെ ആ പ്രശ്നം അറിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് കേട്ടിട്ട് അന്വേഷിക്കണം, അവിടെ കോൺടാക്ട് ചെയ്യണം, എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയണം എന്നൊക്കെ നമ്മൾക്കും ആഗ്രഹമുണ്ട്. എന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം, നമ്മുടെ ഓഡിയൻസിനെ എത്തിക്കണം, എന്ന് സത്യം മനസ്സിലാക്കണം, സത്യം ആൾക്കാർക്കായിട്ട് എത്തിക്കണം നമ്മൾക്കും ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? എന്താ സംഭവിച്ചത്? നമ്മുടെ പിടിപാടും വെച്ച് കിടന്നത് അവിടെ എത്തില്ല. മനസ്സിലായില്ലേ? അവരവിടെ കിടക്കണം, നമ്മളവിടെ കിടക്കണം. അതാണ് അവസ്ഥ ഇല്ലാതെ. മനസ്സിലായില്ലേ? ഇല്ലാണ്ട് നമുക്കും ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വൺ ഡേ നമ്മളും വലുതാവും, എന്നിട്ട് നമ്മളും അവരൊക്കെ വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അവരായിട്ട് ഇടപഴകി നമ്മൾ എത്തിക്കില്ലടേ. അത് ഞാൻ ഉറപ്പ് ചെയ്യണം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ സുജിനാട്ടൻ മല്ലു ഫാമിലി സുജിനാട്ടൻ വന്നിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് ഇടേണ്ടത്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ സൂപ്പറാണ്, ആൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും പറയുന്നില്ല. ചില വ്ളോഗേഴ്സ് വന്നിട്ട് വെറുതെ വീഡിയോ കണ്ട് അടിച്ചു വിടുകയാണ് തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം. എന്ത് ചെയ്യണത്? നമ്മളും അതുപോലെ വൺ ഡേ എത്തും ഉറപ്പാണ്, എത്തും ഉറപ്പാണ്. അത് വാക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി സായി കൃഷ്ണനെ കുറിച്ച് അതേ പറയാനുള്ളൂ. ഉദ്ദേശിച്ച് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആളെ കണ്ടാൽ ഇൻസ്പയർ ആയിട്ട്. മനസ്സിലായി? എനിക്ക് സീക്രട്ട് റിയാക്ട് വീഡിയോ ചെയ്യണം, എനിക്ക് ഇതുപോലെ ന്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കണം, ചെയ്യണം എന്നുള്ള എനിക്കൊരു ഇൻസ്പയർ ആയതാണ്. അത് ഞാൻ തീപ്പന്തൽ രാജ് ബോസ് എന്ന പേരിട്ടത് ചാനൽ. മനസ്സിലായില്ലേ? തീപ്പന്തൽ എന്നൊരു സംഭവം അതാണ് ഇതിലല്ലേ. മഞ്ഞപ്പത്രം എന്നുണ്ടല്ലേ, അത് വെറുതെ ഒരു വെറൈറ്റിക്ക് നെയിം ഇടുന്നില്ല. അപ്പൊ അതേ പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് വെച്ചാൽ എനിക്കും പറയാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കും സായി കൃഷ്ണൻ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളിക്കാരൻ എന്നൊരു ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങനെ ആ വീഡിയോ തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒപ്പീനിയൻ കൂടി ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ പറയാനുള്ളൂ. ബൈ.